നമസ്കാരം. വെസ്റ്റ് ബംഗാളിലെ സാന്ത്രഗാച്ചിയിൽ നിന്നും കർണാടകയിലെ മംഗലാപുരത്തേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. അതുപോലെ തന്നെ ഈ ട്രെയിനിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. ട്രെയിൻ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം 11:06, 1.5 മണിക്കൂർ വൈകിട്ടാണ് ട്രെയിൻ ഇപ്പോൾ വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ച് ഇതിൻ്റെ 3rd AC ആണ്, B4. ഇപ്പോൾ രാവിലെ ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഓൾറെഡി ഭക്ഷണം കഴിച്ചു. ഇവിടുന്ന് കുറച്ച് പഴം വാങ്ങിക്കാം. ഇതേ നവി, കുറച്ച് പഴം വാങ്ങിക്കാം ഇവിടുന്ന്. ഒരു 20 രൂപയ്ക്ക് വാങ്ങിച്ചാൽ മതി. 30 രൂപയ്ക്ക് വാങ്ങിച്ചു വന്നാൽ നല്ല ഫ്രഷ് പഴം ഇവിടെ തന്നെയുണ്ട്. സ്റ്റേഷൻ തന്നെ പഴമൊക്കെ വാങ്ങിച്ചിട്ട് കയറാമല്ലോ. 10 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം വിജയവാഡ റെയിൽവേ സ്റ്റേഷനിൽ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. പഴം വാങ്ങി തിരിച്ച് വരുമ്പോഴത്തേക്കും ട്രെയിനിൻ്റെ ഹോൺ അടിച്ച്. ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളിൽ ഒന്നായ കൃഷ്ണ APSRTC. അവിടെ ഒരു മെമോ ഉണ്ട്. ആ ഒരു ട്രാക്കിലാണ് ഇവിടേക്ക് അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. WG12. Wow. ആ സൈഡിൽ 2 ട്രാക്ക് ഉണ്ട്. അതാണ് അവിടെ ആ മെമും ഇതും ഒരേപോലെ പോയത്. നമ്മുടെ കോച്ച് ഇതാണ്. ഇവിടെ മൊത്തത്തിൽ സാധനങ്ങളൊക്കെ വെച്ച് ടോട്ടലി ബ്ലോക്കായിട്ടുള്ളത്. നമ്മുടെ ബെർത്ത് വരുന്നത് 35-ഉം 38-ഉം. ഈ 2 അപ്പർ ബെർത്ത്. ചുട്ടുകൊള്ളുന്ന വെയിൽ. 1 മണി കഴിഞ്ഞു. ട്രെയിനിപ്പോൾ ഓങ്കോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1:17. ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം. നമ്മുടെ കോച്ചായ B4 ഇല്ലേ, ഇതിലൊരു നെയിം ബോർഡ് പോലും ഇല്ല. ഈ ട്രെയിനിൽ ഏറ്റവും പഴകിയ കോച്ച് ഇതാണ്. ഈ ട്രെയിനിൽ പാൻട്രി കോച്ചില്ല. ഓരോരോ കോച്ചിലാണ് ഇവർ കൊണ്ടുവെക്കുക. അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ റേക്ക് ഷെയറിങ് ഇതാ ഇവിടെ വലുതായിട്ട് തന്നെയുണ്ട്. ഒന്ന് സാന്ത്രഗാച്ചിയിൽ നിന്ന് മംഗളൂരിലേക്ക് വന്ന വിവേക് എക്സ്പ്രസ്, മറ്റൊന്ന് സാന്ത്രഗാച്ചിയിൽ നിന്ന് അജ്മീറിലേക്ക് വന്ന എക്സ്പ്രസ്, മറ്റൊന്ന് ഷാലിമാറിന്ന് ചെന്നൈയിലേക്ക്, പിന്നെയുള്ളത് ഷാലിമാറിന്ന് നേരെ ഭുജിലേക്ക്. അവിടെ ആ ഭുജിൻ്റെ അത് കാണുന്നില്ല കേട്ടാ. അടുത്ത സ്റ്റോപ്പ് നെല്ലൂരാണ്. അവിടുന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബെർത്തിൽ തന്നെ കൊണ്ടുതരും. പിന്നെ ഈ ട്രെയിനിൽ പാൻട്രി കാർ ഇല്ലാത്ത കാര്യം പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ അവരെല്ലാ ഡോറിൻ്റെ അടുത്തും ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കും. ഇവരിതിൽ പാൻട്രി സാധനങ്ങളൊക്കെ കയറ്റിയത്
വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഉച്ച കഴിക്കേണ്ട ദാല്, വെജ് ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ഇവർ ഇതിലോട്ട് കയറ്റി ഓരോ ആൾക്കാർക്കും കൊടുത്തത്. എല്ലാ കോച്ചിൻ്റെയും ഡോറുകളുടെ അവസ്ഥ ഇതേപോലെ തന്നെയാണ്. എല്ലായിടത്തും സാധനങ്ങളൊക്കെ വെച്ച് ലോക്ക് ചെയ്തു. ഈ ഭാഗത്തെ ഡോറ് തുറക്കാനേ പറ്റൂല. പെന്ന റിവർ വെള്ളമൊന്നും തീരെയില്ല. ട്രെയിൻ ഇതാ നെല്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ബുക്ക് ചെയ്ത ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ഒരുപാട് ലേറ്റായി വണ്ടി. ഇവിടെ സ്റ്റേഷൻ്റെ റെനോവേഷനാണ്. ആ വർക്കൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതോടൊപ്പം തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്ത ഫുഡൊക്കെ ഇതാ കറക്റ്റ് നമ്മുടെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുക്കുന്ന സമയത്ത് അവരെ ചില്ലറ ഉണ്ടാവില്ല. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഓൺലൈൻ തന്നെ ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് സ്കാൻ ചെയ്ത് കൊടുക്കാമല്ലോ. ഞങ്ങളിപ്പോൾ കൊടുത്തത് ഓൺലൈൻ വഴിയാണ്. ഇവിടെ വണ്ടി വന്ന് നിൽക്കുകയാണ്. ഇവിടെ ഇതാ സ്റ്റേഷനിൽ നമുക്ക് ഫുഡ് വാങ്ങിക്കാം. വെജ് താരയാണ് വാങ്ങിച്ചത്. ഇതാ റൈസ് ഉണ്ട്, പിന്നെ ഇവിടെയും വേറെ കുറച്ച് റൈസും കൂടി ഉണ്ട്. പിന്നെ ഇതൊരു വെജ് കറിയാണ്. പിന്നെ ഇതാ റൊട്ടി ഉണ്ട്. റൊട്ടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല കരിഞ്ഞ റൊട്ടി. പിന്നെ ഇവിടെ ഒരു സാമ്പാറുണ്ട്. പൊതുവെ പരിപ്പൊക്കെയാണ് തരാറ്. സാമ്പാറിന് കിട്ടി. പിന്നെ ഇതാ എൻ്റെ കൂടെ ഇതും കൂടെ കിട്ടി, ഒരു പപ്പടത്തിൻ്റെ മോഡൽ. അപ്പോൾ ഇതാണ് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡ്. റൈസ് നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെയുണ്ട്. നമുക്ക് സ്പൂണൊന്നും വേണ്ട, അത് വേറെ കാര്യം. നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ചോറ് കഴിക്കുക. ട്രെയിനിന്റെ വാഷ് ബേസിന്റെ ഭാഗത്ത് കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട വേസ്റ്റ് ഉണ്ടാവും. ഓരോ ആൾക്കാർ ഇതാ പോകുന്ന വഴിക്ക് തന്നെയാണ് കൊണ്ടിട്ടത്. വല്ലാത്ത അവസ്ഥയാണ്. വളരെ പരിതാപകരം പോലെയാണ്. വാഷ് ബേസിന്റെ ഈ ഭാഗത്ത് വേസ്റ്റ് ഇടുന്ന ഭാഗം ഇവിടേക്ക് ഫുള്ളായി ഇതിട്ട് കൊണ്ടിട്ടു. നടന്നു പോകുന്ന ഭാഗത്ത് മൊത്തം അത് മാത്രമേ ഉള്ളൂ. നെൽപ്പാടം കാണാം തൊട്ട് മുന്നിലായി. ഇതുവഴിയൊക്കെ ഒരു ട്രാക്കൊക്കെ പോകുന്നുണ്ട് താഴെ ഭാഗത്തൂടെ. നമ്മളിപ്പോൾ ഹൈറ്റിലൂടെയാണ് പോകുന്നത്. പക്ഷേ നമ്മളിതിലൂടെ കൂടുതൽ യാത്ര ചെയ്ത സമയത്ത് താഴെ ഭാഗത്തൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് മുകളിലൂടെയാണ് പോകുന്നത്. ഈ പാലം ഞാൻ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ താഴെ അതിലൂടെയാണ് പോവാറ്. ഇപ്പം ഇതാ ഇന്ന് ഇതിലൂടെയാണ് വിട്ടത്. കേട്ടതാ പാലം കയറി. എന്തായാലും വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് തന്നെയായി. അങ്ങ് ആ ഭാഗത്താണ് നെൽകൃഷി. ഇത് നെല്ലൊന്നുമല്ല, ഇത് വേറെ എന്തുവാ. മുഴുവനും പച്ചപ്പ് തന്നെ അല്ലേ. ട്രെയിൻ ഇപ്പോൾ ഗുഡൂർ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടുന്ന് 135 കിലോമീറ്റർ ആണ് ചെന്നൈയിലേക്കുള്ളത്. ഇത് ജംഗ്ഷൻ വരാൻ കാരണം നമ്മളിപ്പോൾ വന്ന വിജയവാഡ റൂട്ട്, ഇനിയിപ്പോൾ ഈ ട്രെയിൻ പോകുന്ന ചിറ്റൂര് തിരുപ്പതി, മറ്റൊന്നുള്ളത് സുല്ലൂരിപ്പേട്ട വഴി ചെന്നൈയിലേക്ക്. അപ്പോൾ ഇതാ ഇവിടെ തന്നെ വേറൊരു ട്രെയിൻ കൂടിയുണ്ട്. ഇത് സിംഹപുരി എക്സ്പ്രസ് ആണ്. ഗുഡൂരിന്ന് സിക്കന്ദരാബാദിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഈ സമയത്തൊക്കെ എന്താ ചൂട്. സൂര്യൻ അവിടെ കത്തി നിൽക്കുക. ഗുഡൂരിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്.
നമ്മളെല്ലാവരും നിരന്തരമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരല്ലേ. നിങ്ങൾ പലപ്പോഴെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രാക്കിൻ്റെ ഈ സമീപ ഭാഗത്ത് വേസ്റ്റുകളൊക്കെ കുന്നുകൂടി കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഈ ഭാഗത്ത് മുഴുവനായിട്ടും വേസ്റ്റ് തന്നെയാണ്. നമ്മളൊക്കെ കഴിച്ച ഭക്ഷണത്തിൻ്റെ കവറുകളും അതൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഈ ഭാഗം മുഴുവനും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ റെയിൽവേൻ്റെ സ്ഥലമില്ലേ, അങ്ങനത്തെ അവിടെ ഒരു കുറ്റി കാണുന്നില്ലേ, അവിടം വരെയാണുള്ളത്. ട്രെയിനിൽ കടന്നു പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള കുറ്റികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടം വരെയാണ് റെയിൽവേൻ്റെ സ്ഥലമുള്ളത് എന്നാണ്. അതിനുശേഷം അങ്ങോട്ട് പിന്നെ ഏതെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയാണ്. സ്റ്റേഷൻ ഇപ്പോൾ ഒരു ഔട്ടറിൽ പിടിച്ചിരിക്കുകയാണ്. ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് WP7 ആണ്. ഇവിടെ തന്നെ കാണാം. റേണിഗുണ്ട ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പട്ടിക്കുട്ടനെ കാണാതെ അത് പോവുകയാണ് അതിലൂടെ. അപ്പോൾ അതിൻ്റെ കാലിന് വയ്യാട്ടാ. അവൻ്റെ കാലിന് എന്തോ ഉണ്ട്. ചെറുക്കനത് വരുന്നുണ്ടോ? ഒന്നും ഇല്ല കേട്ടോ. ഇല്ല, എന്തോ ഉണ്ട്, ഇല്ല ചെറുതായിട്ടുണ്ട്. 4:48 ട്രെയിൻ ഇത് റേണിഗുണ്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. कोयम्बतूर शोरनूर मार्ग से मंगलुरु सेंट्रल को जाने वाली विवेक एक्सप्रेस प्लेटफॉर्म क्रमांक 2 पर थोड़ी ही देर में दयచేసి వినండి. ట్రైన్ నంబర్ 2285 సంత్రాగచ్చి జంక్షన్ నుండి సేలం ఈ రోడ్ కోయంబత్తూర్ షోర్నూర్ మీదుగా మంగళూరు సెంట్రల్ వెళ్ళవలసిన వివేక్ ఎక్స్ప్రెస్ 2వ നമ്പർ പ്ലാറ്റ്ഫോം പൈ ഉന്നതി. റേണിഗുണ്ടയിൽ 10 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നത്. ഇവിടുന്ന് തിരുപ്പതി 9 കിലോമീറ്റർ ആണുള്ളത്. അടുത്ത സ്റ്റോപ്പ് തന്നെയാണ്. ഇവിടെ 3ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് മറ്റൊരു ട്രെയിൻ വരും. നമ്മളെ വണ്ടി പോകുന്ന അതേ റൂട്ടിലേക്ക് കാച്ചിഗുഡയിൽ നിന്ന് മംഗളൂരിലേക്ക് പോകുന്ന എക്സ്പ്രസ്. അത് നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. അപ്പം ഫസ്റ്റ് പോകേണ്ടത് നമ്മുടെ വണ്ടി തന്നെയാണ്. ഈ വിവേക് എക്സ്പ്രസ്സുകൾ 2012 അവതരിപ്പിച്ചത്. ഇന്ത്യയിലാകെ 4 വിവേക് എക്സ്പ്രസ്സുകളാണുള്ളത്. ടോട്ടലി അതിൽ നമ്മൾ 3 എണ്ണത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പം യാത്ര ചെയ്യുന്ന സാന്ത്രകാച്ചി മംഗളൂരു വിവേക്, അതുപോലെ തന്നെ കന്യാകുമാരി ദിബ്രൂഡിലേക്ക് പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ട് ഓടുന്ന വണ്ടിയാണ് അത്. അതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്ന് വെച്ചാൽ മുംബൈ ബാന്ദ്ര ടെർമിനൽസ് നിന്ന് ജമ്മുതാബി വരെ പോകുന്നത്. അതിന് ഞങ്ങൾ ബാന്ദ്രയിൽ നിന്ന് അഹമ്മദാബാദ് വരെയാണ് യാത്ര ചെയ്തത്. 3 എണ്ണത്തിൽ യാത്ര ചെയ്ത്. ഇനി ഒരെണ്ണം കൂടിയുണ്ട് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിന്ന് ഗുജറാത്തിലെ ഓക്കയിലേക്ക് പോകുന്ന വണ്ടി. അങ്ങനെ ടോട്ടലി 4 എണ്ണം. നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ 150ാം ജന്മദിനത്തോടനുബന്ധിച്ച് വാർഷികത്തിൻ്റെ അനുബന്ധിച്ചുള്ള ആ ഒരു ടൈമിലാണ് ആ പേര് ഈ ട്രെയിനൊക്കെ നൽകിയത്. ഇവിടെ 3ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതാ കാച്ചിഗുഡ മുരുടേശ്വർ എക്സ്പ്രസ് വന്നിരിക്കുകയാണ്. നീലേശ്വരത്ത് സ്റ്റോപ്പുള്ള ട്രെയിനാണിത്. ഇനിയിപ്പോൾ ഫസ്റ്റ് ഏത് ട്രെയിൻ കയറി പോകുന്നത് നമുക്ക് നോക്കാം. 5:10 റേണിഗുണ്ടയിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഷെഡ്യൂൾ പ്രകാരം നമ്മളെ വണ്ടി തന്നെയാണ് ആദ്യം എടുക്കേണ്ടത്. അതന്നെ എടുത്തു. ഈ വണ്ടി ഈ നമ്മുടെ മുരുടേശ്വർ എക്സ്പ്രസ്, ഈ വണ്ടി നമുക്ക് ഉപകാരപ്പെടും നാളെ. അത് നാളത്തെ രാവിലത്തെ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പം അതിനെ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യുകയാണ്. ട്രെയിൻ്റെ ഏറ്റവും പുറകുഭാഗം വരെ ഇതാ ഇവിടുന്ന് കാണാം. അത്രയും വലിയൊരു വളവായിരുന്നു.
സിക്കന്ദരാബാദ് പത്മാവതി എക്സ്പ്രസ്. ഈ ട്രെയിനാണ് സിക്കന്ദരാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസ് ആയിട്ട് റേറ്റ് ഷെയറിംഗ് ഉള്ള വണ്ടി. സപ്തഗിരി മലനിരകൾ തൊട്ട് മുന്നിലായി നമുക്ക് കാണാം. തിരുപ്പതി എത്തി. തിരുപ്പതി മന്നാർഗുഡി എക്സ്പ്രസ് ആണിത്. ഇന്റർസിറ്റി ബസ് അത് മാത്രമേ ഇവിടെ ഉള്ളൂ. അതിൻ്റെ ഒരു ബസ്സൊക്കെ നിർത്തിയിടുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നത്. അതെ, ആ ബസ്സുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മുടെ ഫ്ലാഗ് ഇവിടെ. ഒരു കർണാടക RTC ഇവിടെ കാണാതാ. 5:31 ട്രെയിൻ ഇതാ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങിയാൽ പുറത്ത് തന്നെ നമുക്ക് തിരുമലയിലേക്ക് പോകാനുള്ള ബസ് സൗകര്യമുണ്ട്. 20 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അതുപോലെ തന്നെ തിരുപ്പതിയിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ട്രെയിനിലൊന്നും പരമാവധി ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ ഇരിക്കുക. കാരണം ഇത് ലോങ് വരുന്ന വണ്ടിയാണല്ലോ. നമ്മൾ നേരത്തെ കാച്ചിഗുഡയിൽ നിന്ന് വീടേശ്വരത്തേക്ക് വന്ന ട്രെയിൻ കണ്ടില്ലേ, അതുപോലെയുള്ള വണ്ടികൾക്ക് കയറി വരുന്നതാണ് നല്ലത്. ക്രോസിങ്ങിന് വേണ്ടി നിർത്തുകയാണ്. ചിറ്റൂർ കാച്ചിഗുഡ വെങ്കടാദ്രി എക്സ്പ്രസ്. സമയം 7:02. ആന്ധ്രാപ്രദേശിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ ചിറ്റൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്തത് ഇനി തമിഴ്നാട്ടിലെ കാട്ട്പാടിയാണ്. ഈ റൂട്ട് സിംഗിൾ ലൈനാണ്. അതുകൊണ്ടാണ് നേരത്തെ ഒരു ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് പിടിച്ചിട്ടത്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ കാട്ട്പാടി എത്തും. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കാട്ട്പാടി ജംഗ്ഷൻ 7:31. ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം. ഇനി ഇവിടുന്ന് രാത്രിക്ക് കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങാം. ഇവിടെ 5 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് ബിരിയാണി വാങ്ങാം. കുറേ നാളായി ബിരിയാണി കഴിച്ചിട്ട്. ഒരു ചിക്കൻ ബിരിയാണി തന്നെ കഴിക്കണം എന്നുണ്ട്. നോൺ വെജൊക്കെ കഴിച്ച് കുറേ ആയി. ഇവിടെ ഒരാളുണ്ടാവണമല്ലോ, കാണുന്നില്ലല്ലോ ഈ ഭാഗത്തൊന്നും. സ്ലീപ്പർ ക്ലബ് അവിടെ ഉണ്ട്. ചിക്കൻ ബിരിയാണിക്ക് ഒരെണ്ണത്തിന് 100 രൂപയാണ് ആയത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മാങ്ങ അച്ചാറും കൂടി ഉണ്ട്. അപ്പം ചൂടോടെ തന്നെ കഴിക്കുക. അധികം നേരം AC വെക്കുന്നില്ല, നല്ല കൂളിംഗ് അല്ലേ. അപ്പോൾ ഇതിന് നല്ല ചൂടുണ്ട് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് നവീനിത ബെഡിൻ്റെ അവിടെ കമ്പിളിയൊക്കെ വിരിച്ച് സെറ്റാക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടി ഇല്ലേ വിരിക്കുന്നതിനൊക്കെ ഓരോ രീതികളുണ്ട്. ആ രീതിയിൽ തന്നെ വിരിക്കണം. കാരണം കഴിഞ്ഞ ദിവസം വിരിച്ച അതേ സെറ്റപ്പ് തന്നെയാണ്. അപ്പം വേറൊരു കാര്യമുണ്ട്, അതിന്റെ മേലെ കൂടെ എഴുന്നേറ്റ് നടക്കുമ്പോൾ നോക്കണം, താഴെ വീഴാതെ നോക്കണം കേട്ടാ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ശരിക്കും നല്ല ലെവലായിട്ടാണ് വിരിച്ചത്. ഈ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് താഴെ വീഴുമെന്നൊക്കെ നോക്കണ്ടേ. പിന്നെ തലയടിക്കും. അതെ, പിന്നെ എന്താ സംഭവിക്കാന്ന് പിന്നെ പറയണ്ടല്ലോ. സത്യം. വിരികി നല്ല തണുപ്പല്ലേ ഈ മേല്. ഇതന്നെ കാരണം. ശരിക്കും നമ്മളുണ്ടല്ലോ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കാലിന്റെ ഭാഗമില്ലേ നല്ല
ഞാൻ രാത്രി എന്തായാലും കിടക്കുമ്പോൾ മറ്റേ ഡ്രസ്സ് കൂടി എടുത്തിടും, കാരണം നല്ല തണുപ്പുണ്ട് ഈ കോച്ചില്. നമ്മൾ നേരത്തെ റേണിഗുണ്ട റെയിൽവേ സ്റ്റേഷനിൽ കണ്ട കാച്ചിഗുഡ മുരുടേശ്വര എക്സ്പ്രസ് ഇല്ലേ, ആ ട്രെയിൻ മിക്കവാറും ഈ വണ്ടീനെ ഓവർടേക്ക് ചെയ്യുമോന്ന് അറിയില്ല. കാരണം ഇതിന്റെ തൊട്ട് പുറകെ അതും വരുന്നുണ്ട്. ഇത് പിന്നെ കുറച്ച് ലോങ് നിന്ന് വരുന്ന വണ്ടിയാണ്, അതോടൊപ്പം തന്നെ കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടല്ലോ. എന്താണെന്ന് അറിയില്ല, നമുക്ക് നാളെ രാവിലെ ആകുമ്പോൾ ഏകദേശം അറിയാം. ഈ ട്രെയിനിന്റെ അടുത്ത സ്റ്റോപ്പ് സേലത്താണ്. 11 മണി എന്തായാലും കഴിയും. ഇനി നമുക്ക് നാളെ രാവിലെ നമ്മുടെ കേരളത്തിൽ എത്തിയ ശേഷം കാണാം കേട്ടോ. ഇന്നത്തെ രാത്രിക്കത്തെ കാഴ്ചകളൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോഴാണ്. നാളെ രാവിലെ മുതൽ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 5:59. ഒരുപാട് നാളത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. വടകര സ്റ്റേഷനിൽ ഇതാ വണ്ടി എത്തി. ഇവിടുന്ന് ഹോൺ അടിച്ചല്ലോ, വണ്ടി എടുക്കേണ്ട ടൈമായി. ഗ്രീൻ സീരിയൽ തന്നെയാണ് ഇപ്പോൾ. കറക്റ്റ് 5:59. ഇവിടുത്തെ സ്റ്റോപ്പ് തലശ്ശേരിയാണ്. വണ്ടി എടുത്ത് വടകര സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു വടകര റെയിൽവേ സ്റ്റേഷൻ. വടകര റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ടോട്ടലി മാറി, കാരണം ടോട്ടലി പുതുക്കി പണിയുന്നുണ്ടല്ലോ. കൊൽക്കത്തയിൽ നിന്ന് ഇപ്പോൾ ഇവിടം വരെ യാത്ര ചെയ്തല്ലോ. ഈ ഭാഗത്തിൽ ഇന്നലെ വളരെയധികം മോശമായിട്ടൊരു അവസ്ഥയുണ്ടായത്. അവർ രാത്രിക്കാന്ന് വന്നിട്ട് ഇവിടെയൊക്കെ ക്ലീനൊക്കെ ചെയ്തത്. പിന്നെ ഇതൊന്നും അധികം ബ്ലോക്കൊന്നും ആയില്ല കേട്ടോ. പിന്നെ ഇവിടെ ഇവർ ഈ ഒരു പാൻട്രീൻ്റെ അവർ ഫുഡിൻ്റെ ഇതൊക്കെ ഇവിടെയാണ് വെച്ചത്. ഇതിൽ പ്രത്യേകിച്ച് പാൻട്രി കോച്ചൊന്നുമില്ല. അപ്പോൾ എല്ലാ കോച്ചിലും ഓരോ ഡോറിൻ്റെ അടുത്ത് ഇവർ വെക്കും. പിന്നെ ഈ കോച്ച് വളരെയധികം പഴയ കോച്ചാന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ ഈ ടോയ്ലറ്റിൻ്റെ ഇതുപോലും തുറക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഹാർഡാണ്. 6:25 ട്രെയിൻ എങ്ങനെ തലശ്ശേരി സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. അങ്ങനെ തലശ്ശേരിയോടും വിടാം. നമ്മുടെ മലബാർ ഭാഗത്ത് നിന്ന് വിജയവാഡ, വിശാഖപട്ടണം, ഒഡീഷയിലെ കട്ടക്ക്, ഭുവനേശ്വർ, അതുപോലെ തന്നെ ബംഗാൾ, കൊൽക്കത്ത ഭാഗത്തേക്കുള്ള ഒരേ ഒരു വണ്ടിയാണ് സാന്ത്രകാശി വിവേക് എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ ട്രെയിനിൽ 2 മാസം മുന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അല്ലെങ്കിൽ ഇതിന് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇതിലെ തേർഡ് ഏസിലേക്ക് യാത്ര ചെയ്യുന്നത് നമ്മുടെ നാട്ടിലേക്ക് പണിയെടുക്കാൻ വരുന്ന തൊഴിലാളികളാണ് ഭൂരിഭാഗം ഉള്ളത്. ഏകദേശം ഒരു 99% പേര് അവർ തന്നെയാണ് ഉള്ളത്. ബാക്കി റെയറായിട്ടുള്ള യാത്രക്കാർ വളരെയധികം കുറവാണ്. അങ്ങനെ ട്രെയിൻ ഇതാ കണ്ണൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. 6:43. കണ്ണൂർ സൗത്ത് നിന്ന് മലബാർ എക്സ്പ്രസിനെ ഓവർടേക്ക് ചെയ്തു. തിരുവനന്തപുരം മംഗളൂരു സെൻട്രൽ. ഇനിയിപ്പോൾ ഇവിടുന്ന് മംഗലാപുരം സൈഡിലേക്ക് നല്ല തിരക്കുണ്ടാവും അൺറിസർവ്ഡിലൊക്കെ. ഞങ്ങൾ കണ്ണൂർ സ്റ്റേഷനിൽ നിന്ന് രാവിലെ തന്നെ 2 ചൂട് ചായ വാങ്ങി. വളപട്ടണം റിവർ. ട്രെയിൻ ഇതാ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ അടിമുടി മാറുകയാണ്. ഈ ട്രെയിന് നീലേശ്വരത്തുനിന്ന് സ്റ്റോപ്പിലല്ലോ. ഞങ്ങൾ ആദ്യം ഇറങ്ങാമെന്ന് കരുതിയ സ്റ്റേഷൻ പയ്യന്നൂരായിരുന്നു. പിന്നീടാണ് കാഞ്ഞങ്ങാടേക്ക് മാറ്റിയത്. ഞങ്ങൾ ഇന്നലെ റേണിഗുണ്ട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞില്ലേ, കാച്ചിഗുഡ മുരുടേശ്വര എക്സ്പ്രസ് നമുക്ക് നാളെ ഉപകാരപ്പെടുന്നു. ആ ട്രെയിൻ ഇവിടുന്ന് കയറി പിന്നെ നീലേശ്വരത്തേക്ക് പോകാമെന്നാണ് പ്ലാൻ ഉണ്ടായത്. ഇപ്പോഴാണ് ആ ട്രെയിൻ 1 മണിക്കൂറിന് മേലെ ഡിലേ ആണ്. പിന്നെ മലബാറിൻ്റെ തൊട്ടുപുറകിൽ. പിന്നെ അതൊന്നും വേണ്ടാന്ന് പെട്ടെന്ന് തന്നെ പ്ലാൻ മാറ്റി. ഞങ്ങൾക്ക് ഓൾറെഡി മംഗലാപുരം ടിക്കറ്റ് തന്നെ ഉണ്ട്. മലബാർ കയറിയിട്ട് ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ അതായത് മലബാർ കയറിയിട്ട് അതിന് തൃക്കരിപ്പൂരും ചെറുതൂരെല്ലാം സ്റ്റോപ്പ് ഉണ്ടല്ലോ. കാഞ്ഞങ്ങാട് പോയി ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ ഉള്ളിൽ തന്നെ എത്തുമല്ലോ. ട്രെയിൻ ഇപ്പം 110 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാഞ്ഞങ്ങാട് എത്താനായി.
കൊൽക്കത്തയിലെ സാന്ത്രഗാച്ചിയിൽ നിന്നും 2418 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം 7:46. ട്രെയിൻ ഇപ്പം 44 മിനിറ്റ് ഡിലേ ആണ്. വ്യാഴാഴ്ച കയറിയതാണ്, ഇന്ന് ശനിയാഴ്ചയായി. ഇനിയിപ്പം നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇവിടെ ഇറങ്ങി നീലേശ്വരത്തേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു ട്രെയിൻ കയറാം. അങ്ങനെ മംഗളൂരു സെൻട്രലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇതാ വിവേക് എക്സ്പ്രസ് ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പിന് കാസർഗോഡാണ്. ഇന്ന് ശനിയാഴ്ചയാണല്ലോ. ഇന്ന് രാത്രി 11 മണിക്ക് തന്നെ ഇത് തിരിച്ച് സാന്ത്രഗാച്ചിയിലേക്കുണ്ട്. തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിക്കിത് സാന്ത്രഗാച്ചിയിലെത്തും. ഇപ്പം അത് പോയി. കാഞ്ഞങ്ങാട് നിന്ന് ഇനിയിപ്പോൾ നീലേശ്വരത്തേക്ക് പോകുന്നത് നമ്മുടെ മംഗളൂരു നിന്ന് താമ്പരത്തേക്ക് പോകുന്ന എക്സ്പ്രസ് ഉണ്ടല്ലോ, അതിന് 2 അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത്. ട്രെയിൻ ഇതാ ഇവിടെ എത്താനായി. കാഞ്ഞങ്ങാട് നിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഈ നീലേശ്വരത്തേക്ക് ബസ് സൗകര്യം ഉണ്ട് കേട്ടോ, പക്ഷേ ഞങ്ങൾ പിന്നെ പോയില്ല. ബസ് സ്റ്റാൻഡിലേക്ക് കുറച്ച് നടക്കാനുണ്ടല്ലോ. പിന്നെ മറ്റേ ട്രെയിൻ വന്നിറങ്ങിയ സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് തന്നെ എത്തി. പിന്നെ അതിൽ പെട്ടെന്ന് തന്നെ വന്ന് ടിക്കറ്റ് എടുത്തു. കാഞ്ഞങ്ങാട് അങ്ങനെ ഇതാ നീലേശ്വരത്തേക്ക് എത്തിയിരിക്കുകയാണ്. ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് വേണ്ട, 2 ലോക്കോമോട്ടീവ് ഉണ്ട്. മെയിനായിട്ട് WP7 തന്നെയാണ്. അവിടെ നിന്ന് ഇപ്പോൾ ഇതാ കൊടി വീശി. ഇങ്ങനെ താമ്പര എക്സ്പ്രസ് ഇതാ നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ എടുത്തിരിക്കുകയാണ്. മലബാർ എക്സ്പ്രസ് ഇവിടെ എത്തിയിട്ടില്ല, അത് വരണത്രേ. അങ്ങനെ ഈ ട്രെയിൻ ഇവിടുന്ന് പോയി. കാഞ്ഞങ്ങാട് പോയി ഇറങ്ങിയത് എന്തോ ഉപകാരം തന്നെയാണ്. മലബാർ ഇവിടത്തേക്ക് വരുന്നതേ ഉള്ളൂ. പയ്യന്നൂർ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിന് തന്നെയാണ് വരേണ്ടത്. തിരുവനന്തപുരം മംഗളൂരു. എത്ര നാളിന് ശേഷമാണ് നമ്മുടെ ഹോം സ്റ്റേഷനായ നീലേശ്വരത്തെത്തിയത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീടുണ്ട്, അവിടെ പോയിട്ട് നമ്മുടെ സ്കൂട്ടർ എടുക്കണം, നേരെ വീട്ടിലേക്ക്. ഞങ്ങളുടെ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു ഓട്ടോയിലാണ് പോകുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് പുതുക്കൈ എന്നാണ്. ഒരുപാട് ചവിട്ടേണ്ടി വരും, കാരണം 3 ആഴ്ചക്ക് മേലെ ഈ വണ്ടി ഇവിടെ വെച്ചിട്ട്. ഞാൻ ചവിട്ടടാ അവന്. അയ്യോ വേണ്ട, ചോപ്പും കൂടെ വെച്ചേക്കാം. വളരെ സാഹസികപ്പെട്ട് അങ്ങനെ വണ്ടി ഓണായി. ഇനി ഇവിടുന്ന് 30 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. ഒരു 50 മിനിറ്റ് 45 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താം. അങ്ങനെ യാത്ര ചെയ്തിതാ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്ത വിവേക് എക്സ്പ്രസ് ഇല്ലേ, അതിന്റെ എല്ലാ കോച്ചിലും, അതായത് അൺറിസർവ്ഡ്, സ്ലീപ്പർ, 3rd AC, 2nd AC, ഈ ക്ലാസ്സിലെല്ലാം ഒരു 98% ആൾക്കാരും നമ്മുടെ നാട്ടിലേക്കൊക്കെ പണിയെടുക്കാൻ വരുന്ന ആൾക്കാരില്ലേ, അവര് തന്നെയാണ്. അതുപോലെ തന്നെ എന്താ പറയാ, ടോയ്ലറ്റിന്റെ കാര്യമൊക്കെ എല്ലാം ഒരു വളരെയധികം പരിതാപകരം തന്നെയാണ്. ക്ലീനിക്ക് ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മാക്സിമം 2nd AC എടുത്ത് വന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും അവസ്ഥ. കാരണം ഇത് ബംഗാളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. കേരളം ബംഗാൾ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ടായാലും ഇങ്ങോട്ടേക്കായാലും ആ നല്ല രീതിയിൽ അതിന്റെ ഒരു അനുഭവം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ വലിയൊരു യാത്ര കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വീട്ടിലെത്തിയത്, കുറേ ആഴ്ചകൾക്ക് ശേഷം.
പക്ക പെർഫെക്റ്റ് ആണ്. യാത്രക്കിടയിൽ ഒന്നും തന്നെ മോശമായിട്ട് അനുഭവം, എന്താ പറയാ, ഫുഡ് പോയിസൺ അങ്ങനത്തെയൊക്കെയാണ് കൂടുതൽ വരാറ്. അല്ലെങ്കിൽ നമ്മൾ ഈ കാലാവസ്ഥയൊക്കെ മാറുമ്പോൾ നമുക്ക് ഒരു ചേഞ്ച് ഒക്കെ വരുമല്ലോ. ഒന്നും ഉണ്ടായില്ല, ഒന്നും വന്നില്ല. പക്ഷെ അവിടെ നല്ല തണുപ്പാണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റ് ഭാഗത്ത്. പക്ഷെ അവിടെ നമ്മളെ കേരളത്തിലേക്ക് വന്നപ്പോ നിൽക്കാൻ പറ്റുന്നില്ല. രാവിലെ ആവുന്ന സമയത്ത് മുതൽ വേർത്ത് കുളിച്ചല്ലേ, നല്ല ചൂട്. ഞങ്ങളിപ്പോ നീലേശ്വരത്ത് രാവിലെ വരുന്ന സമയത്തടക്കം നല്ല ചൂട്. എനിക്ക് ഉച്ചാവുന്നില്ല അവസ്ഥയെന്ന് ചിന്തിച്ചു. അല്ല നമ്മുടെ നാട്ടില് ജനുവരി മാസം മുതൽ തന്നെ ചൂട് തുടങ്ങിയില്ലേ? ചൂട് തുടങ്ങി. ഇനി അടുത്ത മാസം മെയ് ആവുമ്പോൾ ചിന്തിച്ചു നോക്കിയല്ലേ, കണ്ടു തന്നെ അറിയണം. അപ്പൊ എന്താ പറയാ, വിവേക് എക്സ്പ്രസിന്റെ കാഴ്ചകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇനിയിപ്പം അടുത്തൊരു യാത്ര തന്നെ ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റു വീഡിയോയുമായി മറ്റു സമയം ഉണ്ടെന്നായിരിക്കും. ബൈ.